ശ്രീ റഫീഖ് അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ റഫീഖ് അഹമ്മദ്, നമുക്ക് ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു അംഗീകാരമാണ് ഓസ്കാർ പുരസ്കാര വേദിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. നാട്ടു നാട്ടു എന്ന ഗാനത്തിന് കീരവാണിക്ക് മികച്ച സംഗീത വിഭാഗത്തിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ എഴുത്തുകാരനായ ചന്ദ്രബോസിനും അംഗീകാരം ലഭ്യമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സുന്ദര മുഹൂർത്തത്തെ കാണേണ്ടത്? വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടുകൂടി കാണുന്നു. ഇന്ത്യക്ക് മുഴുവനും നമ്മുടെ ദക്ഷിണേന്ത്യക്ക് പ്രത്യേകിച്ചും കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണിത്. നമ്മുടെ ഗാനകലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം ഇതിപ്പോൾ ഓസ്കാറിലൊക്കെ സംഗീതം ചെയ്യുന്ന ആൾക്കും രചയിതാവിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് സംഗീത സംവിധായകന്റെ മാത്രം ക്രെഡിറ്റിലാണ് പോകാറുള്ളത്. അവിടെ ഓസ്കാർ പോലുള്ള സ്ഥലത്ത് അതും കൂടി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എല്ലാവർക്കും അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ സമയത്ത്. നമുക്കറിയാം, ഈ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിൽ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ വളരെ ശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് അതിലെ നൃത്തവും പാട്ടും അതിൻ്റെ ഈണവും എല്ലാം വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. താങ്കൾ ഓർത്തിരുന്നു ഇത്തരത്തിലൊരു അംഗീകാരം, ഇത്തരത്തിലൊരു വലിയ അംഗീകാരം ഈ സിനിമയ്ക്ക് നേടും, ഈ പാട്ടിന് നേടും എന്ന് കരുതിയിരുന്നോ? ഇല്ല, അതിനെക്കുറിച്ചിട്ടുള്ള വീണ്ടും ഈ പത്രവാർത്തകൾ വായിച്ചപ്പോഴാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആദ്യം അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഈ പാട്ട് കേട്ടപ്പോഴൊക്കെ നല്ലൊരു രസകരമായിട്ടൊരു പാട്ടായിട്ട് ഞാൻ അതിനെ കണ്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടായിട്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ ഓസ്കാർ മത്സരത്തിലേക്ക് ചെല്ലുകയും അവിടെ ഇത്തരത്തിൽ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്തത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ ഇത് വളരെ അത്ഭുതകരമാണ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രഗാനങ്ങൾക്കോ ഒക്കെ തന്നെ ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്താണ് ഒരു കാലം പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് വളരെ വലിയൊരു മാറ്റം കാണുന്നു. അത് വളരെ അഭിലഷണീയമായിട്ടൊരു കാര്യം കൂടിയാണ്. എന്തായിരുന്നു ഈ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകതയായി താങ്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു? അല്ലാതെ നമ്മുടെ ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്ന സംഗതിയില്ല. നമ്മുടെ നാടിന്റെ സവിശേഷതകൾ പാശ്ചാത്യ സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംഗീതത്തിന്റെ ഒരു വ്യത്യസ്തമായ വഴി അത് കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ റഫീഖ് അഹമ്മദ്, താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും